العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള പഠന സദസ്സുകളിലൂടെ നൽകുന്നത്. നാം ചിലവഴിക്കുന്ന സമയവും നമ്മൾ നടത്തുന്ന പരിശ്രമവുമെല്ലാം വളരെ വലിയ നന്മയായി രേഖപ്പെടുത്തുന്ന ഒന്നാണ് ദീൻ പഠിക്കുക, പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇരുത്തവും പഠനവും സദസ്സുമൊക്കെ പ്രതിഫലാർഹമായ ഒന്നാക്കി, നാളെ പരലോകത്ത് ഏറ്റവും ഗുണകരമായ ഒന്നാക്കി തീർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന, പഠിക്കുന്ന വിഷയം നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരം എങ്ങനെ ആസ്വാദ്യകരമാക്കാം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം. അവൻ്റെ ഇഹപര ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും റബ്ബിലേക്ക് അടുക്കാനുമൊക്കെ അവനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരവസരത്തിലും അത് ഗുണകരമായൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ശേഷം ഈ വിജയിച്ച വിശ്വാസികളുടെ സവിശേഷതകളാണ് തുടർന്നുള്ള ആയത്തുകളിൽ നമ്മൾ കേൾക്കുന്നത്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളാണ്. ഒന്നാമത്തെ സവിശേഷതയായി റബ്ബ് എടുത്തു പറഞ്ഞ കാര്യമാണ്, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള, ഭയഭക്തിയുള്ള ആളുകളായിരിക്കും. എന്നിട്ട് മറ്റ് ചില സവിശേഷതകൾ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നത് കാണാം. ആ സവിശേഷതകളിൽ അവസാനമായി റബ്ബെണ്ണുന്നതും വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവർ അവരുടെ നമസ്കാരത്തെ കൃത്യമായി സംരക്ഷിച്ച് നിർവഹിക്കുന്നവരായിരിക്കും. കണ്ടോ, ഒന്നാമത്തെ സവിശേഷതയായി എടുത്തു പറഞ്ഞത് വിശ്വാസികൾ, വിജയിച്ചവരായ വിശ്വാസികൾ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളായിരിക്കും. എന്നിട്ട് അവരുടെ മറ്റു തര പ്രത്യേകതകളൊക്കെ എടുത്തു സൂചിപ്പിച്ചതിന് ശേഷം റബ്ബ് പറയുന്നു, അവരുടെ സവിശേഷതകളിൽപ്പെട്ട മറ്റൊന്നാണ് അവർ നമസ്കാരം കൃത്യതയോടുകൂടെ നിലനിർത്തുന്നവരുമായിരിക്കും. അവരുടെ ഒന്നാമത്തെ പ്രത്യേകതയും അവസാനത്തെ പ്രത്യേകതയും ഈ പറയപ്പെട്ടത് തന്നെയാണ്.
എന്നിട്ടാണ് ശേഷം റബ്ബ് പറയുന്നത് ഉലൈക ഹുമുൽ വാരിഥൂൻ, അവരാണ് സ്വർഗം അനന്തരമെടുത്തവർ. അല്ലദീന യരിഥൂനൽ ഫിർദൗസ്, അത്യുന്നതമായ സ്വർഗത്തിലെ സ്ഥാനം അവർ അനന്തരമെടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിശ്വാസികളായ എനിക്ക് ആ സവിശേഷത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ എത്രമാത്രം ഈ പറയപ്പെട്ട കൂട്ടരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ചിന്ത സ്വാഭാവികമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ചിന്ത, നമസ്കാരവുമായി ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് വിജയിച്ച കക്ഷികളിൽ റബ്ബ് എണ്ണിപ്പറഞ്ഞ ആളുകളിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ റബ്ബ് പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നൊക്കെ നമ്മെ തടയുന്നതാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളൊക്കെ നമ്മളുടെ മനസ്സിനെ എത്രമാത്രം നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും, കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും തിന്മകളിലേക്ക് വഴുതിപ്പോകുന്ന സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെയാണ് നമുക്ക് ചുറ്റും, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ എനിക്ക് റബ്ബ് നിശ്ചയിച്ചു നൽകിയ ഒരു കർമ്മമാണ് നമസ്കാരമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നമസ്കാരം മുഖേന അത്തരത്തിൽ തിന്മകളെ തൊട്ട് അകന്നു നിൽക്കാൻ എനിക്ക് കാരണമായിട്ടുണ്ടോ? മ്ലേച്ഛതകളും വൃത്തികേടുകളും ഒക്കെ നമസ്കാരത്തെ തൊട്ട് എനിക്ക് മാറി നിൽക്കാൻ സഹായകരമായിട്ടുണ്ടോ? ഉലമാക്കൾ പറയുന്നത് ഉറപ്പാണ്, നമസ്കരിക്കുന്ന ഒരാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിത്തീരും. അയാൾക്ക് തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. പക്ഷേ അയാൾ നമസ്കാരവുമായി എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും തിന്മകളിൽ നിന്ന് അയാൾ അത്രമാത്രം അകന്നു നിൽക്കുക. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും വേണ്ടത്ര തിന്മകളെ തൊട്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കൃത്യത എൻ്റെ കർമ്മത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? ഒരു പുനഃപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം കൈ കെട്ടുക, റുകൂഅ് ചെയ്യുക, സുജൂദ് ചെയ്യുക എന്നുള്ള കർമ്മങ്ങൾക്ക് മാത്രം ഉള്ളതാണോ? ഒരിക്കലുമല്ല. മറിച്ച് അതിനപ്പുറത്തേക്ക് മറ്റ് തലങ്ങളുണ്ട് അതിന്. അപ്പൊ വേണ്ട രൂപത്തിൽ റബ്ബിലേക്ക് മനസ്സ് ഇണങ്ങിയ നിലക്ക് റബ്ബിലേക്ക് അടുത്ത രൂപത്തിൽ എനിക്കത് നിർവഹിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അതല്ല, നമസ്കാരത്തിന് കൈ കെട്ടിയത് ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മ വന്നത് സലാം വീട്ടുന്നതാണ് എന്നുള്ള നിലക്കൊരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായി നമ്മളുടെ നമസ്കാരങ്ങൾ മാറിപ്പോകുന്നുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. നമ്മളുടെ നമസ്കാരം എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കാൻ സാധിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആ പരിശ്രമം നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഅ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് നമസ്കാരത്തിലുള്ള ഖുശൂഅാണ്. നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് ഭയഭക്തി, അതാണ് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുക എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് ശേഷം ആ ഹദീസിന്റെ ബാക്കി കാണാം. ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅ, ഒരൊറ്റ ഖുശൂഉള്ള ആളുകളെയും കാണാത്ത നിലയിലേക്ക് അവസ്ഥകൾ മാറിപ്പോകുന്നതാണ്. കണ്ടോ, അങ്ങനൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈ പറയുന്ന ഗണത്തിൽ ഉൾപ്പെട്ട് നമ്മളും ആ ഖുശൂഅക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ്. ഇതെന്തിനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എല്ലാവരും ആ ഖുശൂഅക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും, അപ്പൊ നമ്മളും അങ്ങനെ അങ്ങോട്ട് മാറാം എന്നാണോ? ഒരിക്കലുമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനാണ്. നമ്മൾ ഈ ഗണത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ന്യായീകരണമായി എടുത്തു പറയാനല്ല. ചില ആൾക്കാർ പറയും മുസ്ലിം സമുദായം 72 കക്ഷിയായി പിരിയും. കണ്ടോ, 72ആയിട്ട് ഏതായാലും പിഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് എന്തിനാണ്? അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിയായ കക്ഷിയുടെ കൂടെ നിന്ന് വിജയിക്കാനാണ്. ഇതുപോലെ ജനങ്ങളിൽ നിന്ന് ഖുശൂ ഉയർത്തപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഖുശൂ നഷ്ടപ്പെട്ട ആളുകളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തലാണ്. അങ്ങനെ നടത്തി ഞാനതിൽ പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തലായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ നമസ്കാരങ്ങളിൽ വസ്വാസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, കൃത്യമായി നമുക്ക് ആരാധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അത് നമ്മളുടെ ഈമാനിന്റെ ഒരു അടയാളം കൂടെയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, ഇന്നൽ യഹൂദ തസ്ഉം, യഹൂദികൾ വാദിക്കുന്നുണ്ടല്ലോ, അന്നഹ ലാ തുവസ്വസു ഫീ സ്വലാത്തിഹാ, അവരുടെ നിസ്കാരത്തിലൊന്നും ഒരു വസ്വാസില്ല, അവർ നിസ്കരിക്കുമ്പോൾ നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട്. അല്ലെ, ചില ആളുകളൊക്കെ മറ്റ് ഹൈന്ദവരും അവരൊക്കെ പറയാറുണ്ടല്ലോ, കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും ഓർമ്മയില്ല, ഞങ്ങളതിൽ ലയിച്ചു പോവുകയാണെന്ന് പറയും. അതുപോലെ യഹൂദികൾ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, വമാ യസ്നഉ ശൈത്താനു ബിൽ ഖൗലിൽ ഖറാബ്, ഈ നശിച്ച ഹൃദയത്തിന് ശൈത്താൻ എന്ത് പണിയെടുക്കാനാണ്? കണ്ടോ, അപ്പൊ നമ്മളുടെ ഹൃദയം മോശമാണെങ്കിൽ പിന്നെ പിശാചിനോട് പണിയൊന്നുമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ശ്രദ്ധയിലൂന്നി നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഹോദരന്മാരെ, അവിടെ പിശാചി കളിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കേണ്ടത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ്, ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. 3 വിഭാഗം ആളുകളുണ്ട്. നല്ല സമ്പത്തൊക്കെ ഉള്ള വലിയ രാജാവ്, വേറൊരു മനുഷ്യൻ, അയാള് സാധാരണ നമ്മളെപ്പോലെയൊക്കെയുള്ള പൈസ ഒന്നും കാര്യമായിട്ടില്ലാത്ത ചെറിയ സമ്പത്തുള്ള ഒരാള്, വേറൊരാളുടെ ഒരു പൈസയില്ല. ഒരു കള്ളൻ കക്കാൻ കയറുമ്പോൾ അയാൾ എവിടെ കയറാൻ ശ്രമിക്കുക? നല്ല സമ്പത്തുള്ളൊരു സ്ഥലത്താണ് കയറാൻ ശ്രമിക്കുക, അല്ലേ? ഒരു പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ഒരാളുടെ അടുക്കൽ കള്ളൻ ചെല്ലൂല കക്കാനായിട്ട്. ഇതുപോലെ ഈമാനികമായി നല്ല ആവേശവും താല്പര്യമൊക്കെ ഉള്ള നമ്മളുടെ ഈമാൻ നശിപ്പിക്കാനും നമസ്കാരം നഷ്ടപ്പെടുത്താനുമാണ് പിശാച് പരിശ്രമിക്കുക. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പരിശ്രമമായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാഹ മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ. ചിലപ്പോൾ ഒരു അടിമ നമസ്കരിച്ചിട്ട് അയാൾക്ക് നമസ്കാരത്തിൽ നിന്ന് രേഖപ്പെടുത്തുക 10-1 ചിലപ്പോൾ മറ്റൊരാള് നമസ്കരിക്കും, അയാൾക്ക് 9-1 രേഖപ്പെടുത്തുള്ളൂ പ്രതിഫലമായിട്ട്, വേറൊരാൾക്ക് 8-1, മറ്റൊരാൾക്ക് 7-1. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവസാനം ചിലർക്ക് പകുതിയെങ്കിലും രേഖപ്പെടുത്തും. ഇതെങ്ങനെയാണ് ആളുകൾ ഒരേ സൊഫിൽ ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ, ഒതുവെടുത്ത് ഒരുപോലെ ഒരു ഇമാമിന്റെ പിന്നിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ്
ഒരാൾക്ക് 10-1, ഒരാൾക്ക് 7-1, ഒരാൾക്ക് 8-1 പകുതിയൊക്കെ രേഖപ്പെടുത്തുന്നത് എങ്ങനെ? എല്ലാവരും ഒരേപോലെ കൈകെട്ടുന്നു, ഒരുപോലെ റുക്കൂ ചെയ്യുന്നു, ഒരുപോലെ പ്രാർത്ഥിക്കുന്നു, അല്ലേ? ചിന്തിച്ചു നോക്കുക, എങ്ങനെ ഈ 8-1, 10-1, 7-1 ആയിട്ട് മാറുന്നത് എങ്ങനെ? അതിന്റെ കാരണം ഇതാണ്. എത്രമാത്രം നമ്മൾ നമസ്കാരത്തിൽ കൊടുക്കുന്ന ശ്രദ്ധയുണ്ടോ ആ ശ്രദ്ധക്കനുസരിച്ചാണ് പ്രതിഫലം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് കാണാം, നീ നമസ്കാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിച്ച നിന്റെ നമസ്കാരം ഉണ്ടല്ലോ, അതാണ് അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. നീ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ച നമസ്കാരമാണ് അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം. മാത്രമല്ല, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആരുടെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫി സ്വലാത്തിഹി. ഒരടിമ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ റബ്ബ് തന്റെ മുഖം അവന്റെ അടിമയുടെ മുഖത്തിലേക്ക് തിരിച്ചു വെക്കും. സുബ്ഹാനല്ലാഹ്. ആരാ പറയുന്നത്? സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നമ്മളോ അതിന്റെ ഗൗരവം പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ മറ്റു പല ചിന്തകളിലും മറ്റു പല കാര്യങ്ങളിലൊക്കെ ആയിരിക്കുള്ളൂ. റബ്ബ് നമ്മളിലേക്കാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ നമസ്കാരത്തിലേക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ശേഷം ആ ഹദീസിന്റെ ബാക്കി കാണാൻ സാധിക്കും, മാ ലം യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കാത്തിടത്തോളം. ഇൽത്തിഫാത്ത് 2 നിലക്കുണ്ട്. ഉലമാക്കൾ പറയുന്നുണ്ട് ഇൽത്തിഫാത്ത് 2 നിലക്കുണ്ട്. ഒന്ന്, നമ്മളുടെ കണ്ണുകൾ തെറ്റിപ്പോവുക, മറ്റൊന്ന് ഹൃദയം തെറ്റിപ്പോവുക. അപ്പൊ കണ്ണ് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കോ, അഥവാ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കണ്ണ് വേറെ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി തലതിരിക്കുക, ആ നിലക്കുള്ള ശ്രദ്ധ തിരിയല്. മറ്റൊന്ന് ഹൃദയം തന്നെ തെറ്റിപ്പോവുക, നമസ്കാരമൊക്കെ കറക്റ്റാണ്, നോക്കി നിൽക്കുന്നുണ്ട്, പക്ഷെ ചിന്തക്ക് മറ്റെവിടെയോ ആണ്, ഇങ്ങനെ നമസ്കരിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിൽക്കുന്നത് ആരുടെ മുൻപിലാണ് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലിൽ അബ്ദി ബൈന യദൈഹില്ലാഹി മൗഖിഫാൻ. ഒരടിമക്ക് റബ്ബിന്റെ മുൻപിൽ 2 നിലക്കുള്ള നൃത്തമുണ്ട്. മൗഖിഫുൻ ബൈന യദൈഹി ഫിസ്സലാ, ഒന്നവൻ നിൽക്കുന്നത് നമസ്കാരത്തിലാണ്. മറ്റൊന്ന് മൗഖിഫുൻ ബൈന യദൈഹി യൗമൽ ലിഖാഇഹി, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഖിയാമത്ത് നാളിൽ അവൻ റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്ന നിൽപ്പാണത്, രണ്ടാമത്തത്. ഇതിനു ശേഷം അദ്ദേഹം പറയുന്നു, ഫമൻ ഖാമ ബിഹഖിൽ മൗഖിഫിൽ അവ്വൽ, ആരാണോ ആദ്യത്തെ നിൽപ്പ്, അഥവാ ദുനിയാവിൽ റബ്ബിന്റെ മുൻപിൽ നമസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് കൃത്യതയോടുകൂടെ നിൽക്കുന്നത്, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തെ അവന്റെ നിൽപ്പ് ലഘുവായി തീരും, അവൻ എളുപ്പമായിരിക്കും. എന്നാലോ വമനിസ്തഹാന ബിഹാദൽ മൗഖിഫ്, അവൻ ഈ ദുനിയാവിൽ വെച്ച് നിൽക്കുന്ന നിൽപ്പിൽ അവൻ ഗൗരവം കൊടുക്കുന്നില്ല, അതിനൊക്കെ ലഘൂകരിച്ച് അതൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും എന്നുള്ള ചിന്തയോടുകൂടെ വലം യൂഫിഹി ഹഖഹു, കൊടുക്കേണ്ട പ്രാധാന്യവും അതിന്റെ നിബന്ധനകളും പാലിക്കാതെയാണ് അവൻ നിർവഹിച്ചതെങ്കിൽ ശദ്ദദ അലൈഹി ദാലിക്കൽ മൗഖിഫ്, പരലോകത്തത് അവന്റെ ആ നിൽപ്പുണ്ടല്ലോ അത് അങ്ങേറ്റം കഠിനമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഗൗരവത്തോടുകൂടെ നമുക്ക് ദുനിയാവിൽ നിൽക്കാൻ സാധിച്ചാൽ നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ റബ്ബ് അത് എളുപ്പാക്കി തരും. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധ ഒന്നുമില്ല, അതങ്ങനെ അങ്ങോട്ട് നടന്നു പോയിക്കോളും, എല്ലാ ദിവസവും നിൽക്കണേണല്ലോ, എല്ലാ വക്തിലും നിൽക്കണേണല്ലോ എന്ന് ചിന്തിച്ച് നിന്നാലോ ഈ പറയപ്പെട്ടതുപോലെ നാളെ പരലോകത്ത് നമ്മളുടെ റബ്ബിന്റെ മുമ്പിലുള്ള നിൽക്കൽ കഠിനമായിരിക്കുമെന്ന് ഉലമാക്കൾ ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു നൽകുകയാണ്. അത്രയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസാണ് ഹദീസ് ജിബ്രീൽ, അല്ലെ? ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അവൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ കടന്നു വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, അല്ലേ? 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിനെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്,
ഈമാനിനെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഇഹ്സാനിനെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ആ ഹദീസ് വിശദീകരിക്കുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത് അവന്റെ വിശ്വാസത്തിൽ രൂഢമൂലമായി ഉറച്ചു നിൽക്കുന്നുണ്ട്, ആന്തരികമായി അവന്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇനി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഏതുപോലെ? നീ റബ്ബിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ, ആ കാണലോടുകൂടെ ഇബാദത്ത് ചെയ്യലാണ്. ഇതാണ് ഏറ്റവും ഉയർന്ന തലം, നമ്മളൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിക്കേണ്ട ഒരു തലമാണ്. നമ്മൾ എത്ര വർഷമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലെ? എത്രയോ വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടോ? അല്ലെ? നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ശരി, എങ്ങനെ എത്തിപ്പെട്ടില്ല? പരിശ്രമിച്ചതിന് ശേഷം എത്തിപ്പെടാത്തതാണോ? ഇപ്പോഴും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എത്തിപ്പെടാത്തതാണോ? അതല്ല, ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല, ജാനിബ്, ഞാൻ ആ സൈഡേ ശ്രദ്ധിക്കാറില്ല, അങ്ങനെയാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കുക, പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന്റെ പ്രതിഫലം നൽകേണ്ടതും അതിന്റെ ഉത്തരം നൽകേണ്ടതും റബ്ബാണ്. നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ നമസ്കാരത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ എൻ്റെ കണ്ണിന്റെ കുളിർമ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. എൻ്റെ കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുമ്പോൾ ഈ കണ്ണിന് കുളിർമയേകുന്ന നിലക്ക് ആസ്വാദ്യകരമായ ഒരു നമസ്കാരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമസ്കാരക്കാരെ 5ആയി തരംതിരിക്കുന്നുണ്ട് അദ്ദേഹം. അതിലൊന്നാമത്തെ തലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ആസ്വാദ്യകരമായി നമസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സ്വഹാബത്തിൽ നിന്ന് തന്നെ ഒരുപാട് സ്വഹാബികളിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടതുപോലെ അവർ പരിസരം മറന്നുപോകുന്ന നിലക്ക് റബ്ബിലേക്ക് അത്രമാത്രം ഇഴുകിച്ചേർന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചില സംഭവങ്ങളൊക്കെ കേട്ടാൽ വിചിത്രമായി നമുക്ക് തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം എന്താ? നമ്മളുടെ ഈമാനികമായ കുറവാണത്. സ്വഹാബത്തിൽ ചിലർക്ക് അവരുടെ ശരീരത്തിൽ തറച്ച ആയുധം വലിച്ചൂരാൻ അവരാവശ്യപ്പെട്ടത് നമസ്കാരത്തിലായിരുന്നു. അല്ലെ? ഞാൻ നമസ്കരിക്കുമ്പോൾ ഊരിക്കൊള്ളാനാ പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ട് അവർക്കത് പറയാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെടുന്ന ഒരു ആസ്വാദ്യകരമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകൾ അവർക്ക് ചെന്നെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അത് ഈ പറയപ്പെട്ടൊരവസ്ഥയിലേക്ക് ഉയർന്നിട്ടില്ല, പക്ഷേ നമസ്കാരത്തിൽ പാലിക്കേണ്ട കൃത്യമായ അഹ്കാമുകളെല്ലാം പാലിച്ച് മറ്റു ശ്രദ്ധകളിലേക്കൊന്നും പോകാതെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ. ഇതാണ് രണ്ടാമത്തെ കൂട്ടര്. മൂന്നാമത്തെ വിഭാഗം അദ്ദേഹം പറയുന്നു, അവർ പരമാവധി അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വസ്വാസുകൾ കടന്നു വരികയും, എന്നാൽ കടന്നു വരുന്ന വസ്വാസിനെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മൂന്നാമത്തെ കക്ഷി. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ മൂന്നാമത്തെ കക്ഷിയാണ് വാജിബായ രൂപത്തിലെങ്കിലും എന്ത് ചെയ്തത്? നമസ്കാരം നിർവഹിച്ച ആള്. അല്ലേ? നേരെ മറിച്ച് നാലാമത്തെ കക്ഷി എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമസ്കരിക്കാൻ വന്നിക്കും, തുടക്കത്തിൽ കൈകെട്ടും, പിന്നെ മറ്റ് പല ലോകങ്ങളിലേക്കുമാണ് അവരുടെ സഞ്ചാരം. അപ്പൊ ഇടക്ക് ഓർമ്മ വന്നാലോ, ഞാൻ നിസ്കാരത്തിലാണ് എന്നുള്ളൊരു ഓർമ്മ വന്നാലോ, എന്നാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, മടങ്ങിപ്പോകാനുള്ളൊരു പരിശ്രമം അവർ നടത്തൂല. അല്ലേ? അപ്പൊ അതായി തീരരുത് നമ്മുടെ നമസ്കാരങ്ങൾ.
അതാണ് നാലും ശേഷമുള്ള അഞ്ചാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളാണ്. അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്, പരിപൂർണമായ അശ്രദ്ധരാണ്. അവർക്ക് മടിയാണ്, നിസ്കരിക്കാൻ നിൽക്കാൻ തന്നെ എന്താണ് മടിയാണ്. അപ്പൊ സഹോദരന്മാര്, നമ്മൾ ഇതിൽ ഏറ്റവും കുറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ആ മൂന്നാമത്തെ നിലയിലേക്ക് എത്തണം. ശേഷം നമ്മളുടെ പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ ആയി അതിന് മുകളിലേക്ക് നമ്മൾ കയറി പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എന്തല്ല, അതിന്റെ കീഴ്പോട്ട് വന്നു പോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നമസ്കാരത്തെ കൊണ്ടും സ്വബറിനെ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. എന്നിട്ട് ശേഷം റബ്ബ് പറയാണ്, അത് ഖുശൂഉള്ള ആളുകൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ എന്തായിരിക്കും? അങ്ങേയറ്റം പ്രയാസകരമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലദീന യظുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ആരാണ് ഈ ഖുശൂഉള്ള ആളുകൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും റബ്ബിലേക്ക് മടങ്ങിപ്പോകണമെന്ന തിരിച്ചറിവുള്ള ആളുകളുമാണ്. അവരല്ലാത്ത ബാക്കിയുള്ള നിഫാഖും കാപട്യവും ഒക്കെ ഉള്ള ആളുകൾ, അവർക്ക് ഇത് വളരെ പ്രയാസകരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു നൽകുകയാണ്. അപ്പോൾ കാപട്യത്തിന്റെ നമസ്കാരമല്ല നമുക്ക് വേണ്ടത്. നാലാൾ നോക്കുമ്പോൾ നമസ്കാരത്തിൽ നല്ല ഖുശൂഅോടുകൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കലാണോ? പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ടൊക്കെ കൈ കെട്ടിയിട്ടുണ്ട്, നല്ല തലയൊക്കെ കുനിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ എല്ലാം ഉയർത്തിപ്പിടിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലോ നേരത്തെ പറഞ്ഞതുപോലെയുമാണ്. ഒരിക്കൽ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരാളെ കാണുകയാണ്. അയാള് നമസ്കാരത്തിൽ അനാവശ്യമായി ചലിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, മാന്തിക്കൊണ്ടിരിക്കുക, ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. ഇയാളുടെ ഹൃദയം നല്ല രൂപത്തിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ അത് പ്രതിഫലിക്കുമായിരുന്നു. അപ്പോൾ ഹൃദയം നല്ലതാണെങ്കിൽ അത് പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും. ഇത് ഹൃദയം നല്ലതാണെങ്കിലാണ്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ മറ്റു ചിന്തകൾ ഉണ്ടായിരിക്കും, പക്ഷേ പുറത്ത് വേറൊന്നായിരിക്കും പ്രകടിപ്പിക്കുക. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, ഇയ്യാകും വ ഖുശൂഅൻ നിഫാഖ്. ഖുശൂഉൻ നിഫാഖ് നിങ്ങൾ പേടിക്കണം. അതെന്താ? അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ഖുശൂഉൻ നിഫാഖ് എന്ന് പറഞ്ഞാൽ? അപ്പൊ അദ്ദേഹം പറയാണ്, ശരീരമൊക്കെ വളരെ ഖുശൂഅോടുകൂടെ തോന്നും പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, പക്ഷെ ഉള്ളിൽ ആ പുറത്ത് നിൽക്കുന്നതുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടി നല്ല രൂപത്തിലൊക്കെ നിസ്കരിക്കും, പക്ഷേ ഉള്ളിൽ മറ്റു പല നിലക്കുള്ള അവസ്ഥകളൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾ ഭയപ്പെടണമെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു നൽകുകയാണ്. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ റബ്ബിലേക്ക് പകുത്തുവെച്ച് അത് റബ്ബിലേക്ക് അടുപ്പിച്ചു വെച്ച് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് സഹായകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉലമാക്കൾ അത്തരത്തിൽ നമസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് വിവരിക്കുന്ന പല കിതാബുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിലൊക്കെയുള്ള ആകത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നമ്മൾക്ക് പലർക്കും പലതും കേട്ടിട്ടുള്ള ആളുകളായിരിക്കും, പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ നമുക്കറിയാലോ, ഇതൊക്കെ ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈമാൻ വർദ്ധിക്കാനും നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ അത് സഹായകരമാണ്. പലരും നമുക്ക് പലതും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിൽ എത്രമാത്രം അത് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? ഞാൻ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. ചില ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും, ഇതൊക്കെ ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണെന്ന് പറയും. പക്ഷേ അയാൾ ചിന്തിക്കണില്ല, ഈ കേട്ട ക്ലാസ്സും നമ്മളും തമ്മിൽ എന്തായിട്ടുണ്ട്, ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കൂല. നീ കുറെ നാളെ കേൾക്കണം, ഒരുപാട് നാളായി നമ്മൾ കേൾക്കണം, പക്ഷെ കേട്ടതിൽ എത്രമാത്രം ജീവിതത്തിൽ വന്നു എന്ന് നമ്മൾ ചിന്തിക്കൂല. ശരിയാണ്, കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനിയും കേൾക്കേണ്ടതുണ്ട്. ഇനിയും ആവർത്തിച്ച് 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 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്.
അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. ഒരു അവസാനക്കാരന്റെ നമസ്കാരം നീ നമസ്കരിക്കുക എന്നുള്ളത്. ഇനി ഒരവസരം എനിക്ക് നമസ്കരിക്കാൻ ലഭിക്കുകയില്ല എന്ന ഒരു ചിന്തയോടുകൂടെ നിലവിലുള്ള നമസ്കാരത്തെ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു അവസ്ഥ ശരിയായ രൂപത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നാൽ നിലവിലുള്ള നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ആ ശരിയായ രൂപത്തിൽ കൊണ്ടുവരാത്തോണ്ടാണ് അല്ലേ? യുദ്ധസമാനമായ ഒരു അവസ്ഥയാണെന്ന് കൂട്ടുക, നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമസ്കരിക്കാൻ കിട്ടണമെന്നില്ല എന്ന് കൂട്ടുക അല്ലേ? ആ സമയത്ത് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം എത്രമാത്രം ശ്രദ്ധയായിരിക്കും. ഇനിയൊരു അവസരം കിട്ടണില്ല എന്ന് തോന്നിയാൽ അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഓരോ നമസ്കാരവും നമസ്കരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ലഭിക്കുന്നത് അള്ളാന്റെ തൗഫീഖാണ്, അള്ളാന്റെ വലിയ നിഅമത്താണ്. അത് നമ്മൾ തിരിച്ചറിയണം. റബ്ബ് നമ്മളെപ്പോലെ തന്നെ ആരോഗ്യം നൽകിയ ആളുകൾ എമ്പാടും നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ? നമ്മളെക്കാൾ കൂടുതൽ ഒഴിവ് സമയമുള്ള എത്രയോ ആളുകളുണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തും. ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ സമയത്ത്. ഇതേ സദസ്സിലിരിക്കുന്ന നമ്മൾ, ഈ സംസാരം കേൾക്കുന്ന നമ്മൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ പലരും ചിലപ്പോൾ ഇപ്പോൾ ടിവിയുടെ മുമ്പിലായിരിക്കും, മൊബൈലിന്റെ മുമ്പിലായിരിക്കും, അതിലെന്തൊക്കെയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ യഥാർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ നമസ്കാരക്കാരാക്കി റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് വലിയൊരു നിഅമത്താണ്. നമ്മൾ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് നമുക്കിത് നിർവഹിക്കാൻ റബ്ബ് അവസരം നൽകി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഓരോ നമസ്കാരവും നമസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇനി എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, റബ്ബ് എനിക്ക് നൽകുന്ന അവസാനത്തെ അവസരമാണെങ്കിലോ എന്ന ചിന്തയോടുകൂടെ ഓരോ നമസ്കാരവും നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ചില റിവായത്തുകളിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉസ്കുറൽ മൗത ഫീ സ്വലാതിക്, നിസ്കാരത്തിൽ നീ മരണത്തെ സംബന്ധിച്ച് ഓർക്കുക. فإن الرجل إذا ذكر الموت في صلاته لحري أن يحسن صلاته. ഒരാൾ മരണത്തെക്കുറിച്ച് നമസ്കാരത്തിൽ ഓർത്താൽ അയാൾക്ക് അയാളുടെ നമസ്കാരത്തെ നന്നാക്കി തീർക്കാൻ സാധിക്കും. കണ്ടോ? അപ്പോ ഇത് നമ്മളുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൊണ്ടുവരിക. രണ്ടാമത്തത്, നമസ്കാരത്തിന് വേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് കേട്ടതാണ്, അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കലാണ് അല്ലേ? നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന ഒരാളുടെ മുൻപിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ അലസതയോടുകൂടെ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ നമ്മളങ്ങനെ പോയിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ പോയിരിക്കുമ്പോൾ പരമാവധി അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടെ ആയിരിക്കും നമ്മൾ പോയി ഇരിക്കുക. അപ്പോ എല്ലായ്പ്പോഴും നമുക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ, എനിക്കിനി അടുത്ത നമസ്കാരത്തിലേക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള തയ്യാറെടുപ്പ് നല്ല രൂപത്തിൽ നടത്തണം. അതാണ് ഉലമാക്കൾ രണ്ടാമതായി പറഞ്ഞത്, നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. അതിൽപ്പെട്ട ഒന്നാണ് വീട്ടിൽ നിന്ന് വുദുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തതഹറ ഫീ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് വുദുവെടുക്കുന്നു, അംഗശുദ്ധി വരുത്തുന്നു, സുമ്മ മശ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് അയാൾ നടന്നുകൊണ്ട് പോകുന്നു, ലിയഖദിയ ഫരീദതൻ മിൻ ഫറായിദില്ലാ, നിർബന്ധമായ നമസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കുന്നതിന് വേണ്ടി, കാനത് ഖത്വതാഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅതൻ, അയാൾ വെക്കുന്ന ഓരോ കാലടിയിൽ ഒന്നാമത്തെ കാലടി അയാളുടെ പാപങ്ങൾ പൊറുക്കും. അടുത്ത കാലടി വൽ ഉഖ്റാ തർഫഉ ദറജ, അടുത്ത കാലടി അയാളുടെ സ്ഥാനം റബ്ബിന്റെ അടുക്കൽ ഉയർത്തപ്പെടും. അപ്പൊ ഒരു കാലടി വെക്കുമ്പോൾ പാപം പൊറുക്കപ്പെടും, അടുത്ത കാലടി വെക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം ഉയരണം. ഈ പ്രക്രിയ നമ്മൾ നടന്ന് പള്ളിയിലേക്ക് എത്തുന്നത് വരെ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ആര് പറയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇതെങ്ങനെയുള്ള ആളുകൾക്കാ ലഭിക്കുക? വീട്ടിൽ നിന്ന് വുദുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ഗുണം നമുക്ക് ഉണ്ടാവുക. കേട്ടോ? അപ്പൊ തയ്യാറെടുപ്പിന് പ്രത്യേകമായൊരു പ്രതിഫലമുണ്ട്.
നമ്മൾ തയ്യാറെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ അങ്ങനെ വന്ന് പള്ളിയിലേക്ക് വരല്ല. വീട്ടിൽ നിന്ന് വുദുവെടുത്ത് നിസ്കരിക്കണം എന്നുള്ള നിയ്യത്തോടു കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പള്ളിയിലേക്ക് വരികയാണ്. ആ ഒരു വരവുണ്ടല്ലോ, ആ വരവിന് റബ്ബ് വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞതുപോലെ യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നിസ്കാര സ്ഥലത്തും നീ നിന്റെ അലങ്കാരങ്ങൾ സ്വീകരിക്കുക. കാരണം നമ്മൾ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്, അള്ളാഹുവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ റബ്ബ് നൽകിയ അനുഗ്രഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലേ? ഏറ്റവും മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടല്ല പള്ളിയിലേക്ക് വരേണ്ടത്, ഏറ്റവും മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടല്ല പള്ളിയിലേക്ക് വരേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യൂല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സ്ഥലത്തേക്കോ ഒരു വ്യക്തിയിലേക്കോ നമ്മൾ അങ്ങനെ പോകൂല. അപ്പൊ സ്വാഭാവികമായിട്ടും പള്ളിയിലേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതും ഈ പറയപ്പെട്ട തയ്യാറെടുപ്പുകളിൽപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തത്, നമ്മളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞേക്കാവുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, മാറണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഒരു വിരിപ്പ്. അത് പ്രവാചകന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്നു എന്ന് തോന്നിയപ്പോ പ്രവാചകൻ എന്താ പറഞ്ഞത്, ആ വിരിപ്പ് അങ്ങോട്ട് മാറ്റാനാ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയോട്. അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ വസ്ത്രത്തിലാണെങ്കിലും ശരി, അതല്ലാതെ നമ്മളുടെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും ശരി, മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പെട്ട മറ്റൊരു കാര്യമാണെന്ത്, ഭക്ഷണം ഹാജരായി കഴിഞ്ഞാൽ, അല്ലേ, ഭക്ഷണം ഹാജരായിട്ടുണ്ട്, നമുക്ക് നല്ല വിശപ്പുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിച്ച് പിന്നെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്തിനു വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണത്, ഭക്ഷണത്തിന് മനസ്സ് താല്പര്യമുണ്ടായിരിക്കെ, അത് നമ്മളുടെ മുൻപിൽ ഉണ്ടായിരിക്കെ, അവിടെ രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, ഭക്ഷണത്തിന് നമ്മുടെ മനസ്സ് താല്പര്യമുണ്ട്, നമ്മൾ വയറൊക്കെ നിറഞ്ഞ് വിശപ്പൊന്നുമില്ല, ഭാര്യ അങ്ങനെ ഫുഡ് എടുത്ത് വെച്ചപ്പോൾ നമ്മൾ കഴിക്കാൻ പിന്നെ പോകുന്നതാണ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഭക്ഷണത്തിന് നമുക്ക് മനസ്സിൽ താല്പര്യമുണ്ട്, ആ ഭക്ഷണം അവിടെ റെഡിയാണ്, നിങ്ങളൊരു അരമണിക്കൂർ ഇരിക്കുക, ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാം, അങ്ങനെയല്ല. ഭക്ഷണം റെഡിയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോരലാണെന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ലാ സ്വലാത്ത ബിഹദ്റത്തി അത്അം, ഭക്ഷണം സന്നിഹിതമായിരിക്കുമ്പോൾ നമസ്കാരമില്ല. അപ്പൊ ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പള്ളിയിലേക്ക് വരാം. കണ്ടോ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനാണ്. നമസ്കരിക്കുന്ന സമയത്ത് പിന്നെന്ത് ചെയ്യരുത്, കുറച്ചെന്തിരി തിന്നാ മതിയായിരുന്നു, എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ നല്ല വിശപ്പുണ്ടല്ലോ എന്ന് മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കരുത്. ആ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ റബ്ബ് എന്ത് ചെയ്യണം, വിലക്കണം. അതിൽ തന്നെ പെട്ടതാണ് മറ്റൊന്നെന്ത്, മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോഴും നമസ്കരിക്കരുതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അത് പിടിച്ചു വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിസ്കരിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം തീരുന്നവരെ ഈ പറഞ്ഞ പ്രയാസം ഉണ്ടാവും. അതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുസല്ലി അർ-റജുലു വഹുവ ഹാഖിൻ. ഇനി മറ്റ് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുസല്ലു ഖൽഫൻ നാഇമി വലൽ മുതഹദ്ദിസ്, ഒരു ഉറങ്ങുന്ന ആളുടെ പിന്നിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുടെ പിന്നിലോ നമസ്കരിക്കരുത്. അതിന് ഉലമാക്കൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാം, മാറി നിൽക്കാൻ വേണ്ടി
പരിശ്രമിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ. ഇനി 4-മത്തത്, ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, നമസ്കാരം അവസാനക്കാരന്റെ നമസ്കാരം പോലെ നമസ്കരിക്കുക. 2-മത്തത് നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. പള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് വുദുവെടുത്തുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എൻ്റെ റബ്ബിന്റെ മുൻപിൽ ഞാൻ നിൽക്കാൻ പോകുന്നു എന്ന ചിന്തയോടുകൂടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരിക. 3-മത്തേത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, അകന്നു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. 4-മത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അടക്കത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കുക. അടക്കത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കുക. സ്പീഡിൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കുക, നമസ്കരിച്ച് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് ഒഴിവാക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ ഇമാമിന്റെ പിന്നിൽ നിന്ന് ധൃതി കാണിക്കുന്നത് കാണാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താ, ഇമാമിന്റെ പിന്നിൽ നിന്ന് ധൃതി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താ, ഇമാം എപ്പോഴാണോ സലാം വിട്ടുന്നത് അപ്പോഴേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പിന്നിൽ നിന്നും ചില ആളുകളൊക്കെ ചില ധൃതി കാണിക്കുന്ന കാണാൻ പറ്റും. ഇമാമ് പോകുന്ന ഞൊടിയിടയിൽ എന്ത് ചെയ്യും, ഇമാമ് അല്ലാഹ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സുജൂദിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് വേറൊരു മസല തന്നെയാണ്, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, പറയേണ്ടതാണ് ശരിക്ക്. അപ്പോൾ അങ്ങനെ ധൃതി കാണിച്ചിട്ട് നിസ്കരിക്കലല്ല. അതുപോലെ തന്നെ റുക്കൂഉം സുജൂദും ഒക്കെ അടക്കത്തോടു കൂടെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വരികയും നമസ്കരിക്കുകയും തിരിച്ചു പോണ സമയത്ത് പ്രവാചകനോട് സലാം ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സലാം മടക്കിയിട്ട് അദ്ദേഹത്തോട് പറയുന്നത് എന്താ, മടങ്ങിപ്പോയിട്ട് നിസ്കരിക്കുക, കാരണം നീ എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ. ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു, തിരിച്ച് വന്നിട്ട് വീണ്ടും നിസ്കരിച്ചു. എന്നിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് വീണ്ടും ചെന്ന് സലാം ചൊല്ലി. പ്രവാചകൻ ഇത് തന്നെ ആവർത്തിച്ചു, പോയിട്ട് നീ നിസ്കരിച്ചിട്ടില്ല. ഇയാൾ വീണ്ടും പോയി നിസ്കരിച്ച് തിരിച്ചു വന്നു. പ്രവാചകനോട് സലാം ചൊല്ലിയപ്പോൾ റസൂൽ പിന്നെയും ഇത് തന്നെ പറഞ്ഞു. അപ്പോ ഇയാൾ എന്താ പറഞ്ഞത്, റസൂലെ എനിക്കിങ്ങനെ അറിയുള്ളൂ. വളരെ മാന്യമായി പ്രവാചകനോട് പ്രതികരിക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ട് പറഞ്ഞു നൽകിയാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയും. ആ ഹദീസ് കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇയാളുടെ നിസ്കാരത്തിലുള്ള പ്രശ്നം എന്താണെന്ന്. കാരണം എന്താ, പ്രവാചകൻ ഇയാളോട് നിസ്കാരം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എന്ത് പറയുന്നുണ്ട്, നീ റുക്കൂ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ തുമഅനീനത്തോടുകൂടി ഇരിക്കുക, അടക്കത്തോടുകൂടി ഇരിക്കുക. നീ സുജൂദ് ചെയ്യണം, അതിൽ അടക്കത്തോടുകൂടി ഇരിക്കുക. നീ എഴുന്നേൽക്കണം, അതിൽ അടക്കത്തോടുകൂടി ഇരിക്കുക. എല്ലായിടത്തും എന്ത് ചെയ്യണം, റസൂൽ ഇത് ആവർത്തിക്കണം. നീ എന്ത് ചെയ്യണം, അടക്കത്തോടുകൂടി ഇരിക്കണം, അടക്കത്തോട് സുജൂദ് ചെയ്യണം. ഇതിങ്ങനെ ആവർത്തിക്കേ. അപ്പൊ ശരിക്കും ഇയാളുടെ പ്രശ്നം എന്തായിരുന്നു, ഇയാളെ നിസ്കരിച്ച നിസ്കാരത്തിൽ അടക്കം പാലിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. കണ്ടോ? അപ്പോ ഉലമാക്കൾ പറയുന്നു അത് നമസ്കാരത്തിന്റെ റുക്നാണ്. നമസ്കാരത്തിന്റെ റുക്നാണ്. റുക്ന് നഷ്ടപ്പെട്ടാൽ നമസ്കാരം നഷ്ടപ്പെടും. അപ്പൊ ഒരാള് നിസ്കരിക്കുമ്പോ കൃത്യമായിട്ടൊക്കെ റുക്കൂയിലും സുജൂദിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അടക്കത്തോടെ അല്ല, റുക്കൂയിലെ എത്തി ഒട്ടനെ പൊന്താണ്. അങ്ങനെയാണെങ്കിലോ അത് അയാളുടെ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് ആ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, ലാ തതിമ്മു സ്വലാത്തു അഹദികും ഹത്താ യഫ്അല ദാലിക്. ഈ മേൽ പറയപ്പെട്ടതുപോലെ നമസ്കരിക്കുമ്പോഴാണ് നിങ്ങളുടെ നമസ്കാരം പൂർത്തിയാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു ഹദീസാണ്, പ്രവാചകൻ പറയണം ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്ന ആൾ ആരാണെന്നറിയോ, നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വഉൻ നാസി സരിഖതൻ അല്ലദി യസ്രിഖു സ്വലാത. നിസ്കാരത്തെ കക്കുന്നവനാണ് ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കപ്പെടും, എങ്ങനെ റസൂലെ ഈ നിസ്കാരത്തിൽ കക്കൽ നടത്തുക, കളവ് നടത്തുക? അപ്പൊ പ്രവാചകൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണില്ല, യതിമ്മു റുകൂഅ വലാ സുജൂദ. ഇയാൾ അയാളുടെ റുകൂഅ സുജൂദ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, പൂർത്തീകരിച്ച് നിസ്കരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ നമ്മള് മറ്റൊരാളുടെ കയ്യിലുള്ള പൈസ അപഹരിച്ചെടുക്കുകയാണെന്ന് കൂട്ടുക. അപ്പൊ നമ്മൾ കട്ടെടുക്കുന്നത് എന്താണ്, അയാളുടെ ഹക്കാണ് അല്ലെ. നമ്മള് വേറൊരാളുടെ സമ്പത്ത് കട്ടെടുക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ കട്ടെടുക്കുന്നത് അയാളുടെ ഹക്കാണ്, അയാളുടെ അവകാശമാണ്. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം റുക്കൂഉം സുജൂദും പൂർത്തീകരിക്കാതെ നിർവഹിക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് പൂർത്തീകരിച്ചു കൊടുക്കണില്ല. കണ്ടോ, റബ്ബിന് നമ്മൾ റുക്കു ചെയ്യുമ്പോൾ എങ്ങനെ റുക്കു ചെയ്യണം എന്നുള്ളതാണ് ശരി, റസൂൽ കാണിച്ചെന്ന പോലെ റുക്കു ചെയ്യുക.
റസൂല് കാണിച്ചെന്നതുപോലെ ഇഅ്തിദാൽ ചെയ്യുക, റസൂല് കാണിച്ചെന്നതുപോലെ സുജൂദ് ചെയ്യുക. ഇതാണല്ലോ എന്ത് ശരിക്ക് റബ്ബിന്റെ ഹക്ക് നിർവഹിച്ചുകൊണ്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് നിർവഹിക്കാത്ത ഒരാൾ എന്ത് ചെയ്യാണ്? റബ്ബിന്റെ ഹക്ക് കട്ടെടുക്കുകയാണ് കേട്ടോ. ഇതാണ് കളവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ചത്. അപ്പൊ നിസ്കരിക്കുമ്പോൾ ആ കളവ് നടത്തരുത്. റബ്ബിന് മാറ്റിവെച്ച ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിന് വേണ്ടി തന്നെ മാറ്റിവെക്കണം. എന്നിട്ട് അതിന്റെ കൃത്യമായ രൂപത്തിൽ ക്ഷമയോടുകൂടെ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി ചൊല്ലി തുമഅനീനത്തോടുകൂടെ അടക്കത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റ് ചില ഹദീസുകളിൽ കാണാം വളരെ ഇതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന മറ്റൊരു റിവായത്തുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റജുല ലയുസല്ലി 60 സന, ഒരാള് 60 വർഷം നമസ്കരിക്കുന്നു. 1-2 വർഷമല്ല, 60 വർഷം ഒരാൾ നമസ്കരിക്കുന്നു. വമാ തുഖ്ബലു ലഹു സ്വല, അയാളിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കപ്പെടുന്നില്ല. എന്താണ് കാരണം? ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? റുകൂഅൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കും, പക്ഷെ സുജൂദ് കൃത്യമാക്കൂല. ചിലപ്പോ സുജൂദ് കൃത്യമാക്കും, റുകൂഅ കൃത്യമാക്കൂല. ഇയാൾ 60 വർഷം നമസ്കരിച്ചിട്ടും എന്ത് ചെയ്യില്ല? കാര്യമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അനാവശ്യമായ അനക്കങ്ങൾ, ചലനങ്ങൾ അത് നമ്മൾ ഒഴിവാക്കണം. ശരിയാണ്, നമ്മൾക്ക് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ അനങ്ങേണ്ടി വരും, എന്തെങ്കിലും ചൊറിയാനോ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ. പക്ഷെ അതിങ്ങനെ തുടർച്ചയായി ചെയ്യാതിരിക്കുക. ഇവിടെ മാന്തി, പിന്നെ ഇവിടെ മാന്തി, പിന്നെ തലയിൽ മാന്തി, താടിയും പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, അത് പാടില്ല. തുടർച്ചയായ അനക്കങ്ങൾ ഒഴിവാക്കുക. മാത്രമല്ല ഉലമാക്കൾ പറഞ്ഞു, അങ്ങനെ തുടർച്ചയായ അനക്കങ്ങൾ എന്ത് ചെയ്യും? നിസ്കാരത്തെ അസാധുവാക്കും, നിസ്കാരം ബാത്തിലാക്കി കളയും. അപ്പൊ അത് നമ്മളുടെ തുമഇനത്തും നശിപ്പിച്ചു കളയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനും നമ്മൾ പറയുന്ന അദ്കാറുകളുമൊക്കെ അർത്ഥസഹിതം മനസ്സിലാക്കി പറയാൻ സാധിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 വയസ്സ് മുതൽ നമസ്കരിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. ശരിക്കും 7 വയസ്സ് മുതൽ നിസ്കരിച്ചു തുടങ്ങണം നമ്മൾ, അല്ലേ? 7 വയസ്സ് മുതൽ നമസ്കരിക്കുന്ന ഒരാള് ഒരു 50-60 വർഷം ജീവിക്കണ്ടെങ്കിൽ അയാൾ എത്ര വക്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലേ? എത്ര തവണ അയാൾ ആവർത്തിച്ച് ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ? എത്ര തവണ അയാൾ സുബ്ഹാന റബ്ബിയൽ അദീം പറഞ്ഞിട്ടുണ്ടാവും, സുബ്ഹാന റബ്ബിയൽ അഅല പറഞ്ഞിട്ടുണ്ടാവും? എത്ര തവണ നമസ്കാരത്തിലെ മറ്റിതര അദ്കാറുകളും അദ്ഇയകളൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇത്ര വർഷത്തോളം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നമസ്കരിക്കുന്ന ഒരു വ്യക്തി ആവർത്തിച്ചു പറയേണ്ട കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് പറയാനും പഠിക്കാനൊക്കെ ഒന്ന് മാറ്റിവെച്ചൂടെ സമയം? അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ഓതാൻ കൽപ്പിക്കപ്പെട്ട ഫാത്തിഹ, മറ്റ് അദ്കാറുകളും അദ്ഇയകളുമൊക്കെ അർത്ഥസഹിതം പഠിക്കുക. അങ്ങനെ അർത്ഥസഹിതം അത് പാരായണം ചെയ്യാനും പറയാനും വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ശരിയായ രൂപത്തിലൊരു പക്ഷെ നമ്മൾ കേൾക്കാത്തത് കൊണ്ടായിരിക്കും ഫാത്തിഹ പോലുള്ള ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരൊറ്റ ഹദീസ് മാത്രം മതി ആ വിഷയത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റബ്ബ് പറഞ്ഞു, ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അല്ലാഹു പറയാണ്, ഞാൻ
നമസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമകളുടെയും ഇടയിൽ പകുത്തു വച്ചിരിക്കുന്നു. എന്നിട്ട് റബ്ബ് പറയുമെന്നാണ്, വലി അബദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ എന്നോട് ചോദിച്ചത് അത് അവനുണ്ടായിരിക്കും. ഇവിടെ നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഫാത്തിഹയാണ്. കാരണം അത് പിന്നീട് വരുന്ന ഹദീസിന്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഫാത്തിഹയെ നമസ്കാരമെന്ന് പ്രയോഗിച്ചതാണ്. അത് കാരണം എന്താണ്? കാരണം ഫാത്തിഹയിൽ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹജ്ജു അറഫ എന്നൊക്കെ പറഞ്ഞതുപോലെ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. നിസ്കാരത്തെ ഫാത്തിഹയെ എന്തായിട്ട് പറഞ്ഞു? നിസ്കാരം എന്ന് പ്രയോഗിച്ചു. നിസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ പകുത്തു എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഫാത്തിഹനാണ് പകുത്തേക്കുന്നത്. അത് ശേഷമുള്ള ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹദീസിന്റെ ഭാഗത്തിൽ കാണാം, ഫഇദാ ഖാലൽ അബ്ദു, അടിമ പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ സർവലോക രക്ഷിതാവായ റബ്ബ്, ആ റബ്ബിനാണ് സർവസ്തുതിയും എന്നൊരടിമ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് പറയുമെന്നാണ്, ഖാലല്ലാഹു തആല ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, ഹംദ് ചൊല്ലിയിരിക്കുന്നു. ശേഷം അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ റബ്ബ് പറയുമെന്നാണ്, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ സനാ ചെയ്തിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ റബ്ബ് പറയുമെന്നാണ്, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മജിദ് പുകഴ്ത്തിയിരിക്കുന്നു, വാഴ്ത്തിയിരിക്കുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്? അള്ളാനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, റബ്ബിന്റെ മഹത്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ, ഇത് എന്റെയും എൻ്റെ അടിമയുടെ ഇടയിലുള്ളതാണ്. ഇനി എൻ്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് അത് അവന് ഞാൻ നൽകും. പിന്നെന്താ നമ്മൾ ചോദിക്കാൻ പോണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് അത് സമ്പത്തല്ല, അത് ആരോഗ്യമല്ല, സൗന്ദര്യമല്ല, അധികാരമല്ല, ഒന്നുമല്ല. അതെന്താണ്? ഹിദായത്താണ്. അതിൽ നിന്ന് തെറ്റിപ്പോയി പിന്നെ അവന് ലഭിക്കുന്നത് എന്തും അവന് നഷ്ടമാണ്, അല്ലേ? നേരെ മറിച്ച് അതിനോട് കൂടെ കിട്ടുന്നതിനാണ് എല്ലാം സൗഭാഗ്യവുമാണ്. ഒരാൾക്ക് ഹിദായത്തുണ്ട്, സമ്പത്തുണ്ടെങ്കിൽ അത് അയാൾക്ക് വലിയ സൗഭാഗ്യമാണ്. ഒരാൾക്ക് ഹിദായത്തുണ്ട്, അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അയാൾക്കത് സൗഭാഗ്യമാണ്. കാരണം അയാൾ നല്ല രൂപത്തിൽ അത് വിനിയോഗിക്കും. അയാൾക്ക് നാളെ പരലോകത്തും അതുകൊണ്ട് ഗുണമുണ്ടാവും. ഇല്ലെങ്കിലോ നേരെ തിരിയും. അപ്പൊ എന്തും ഹിദായത്ത് കിട്ടിയവനേ ഉപകാരമുള്ളൂ. അപ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം പിന്നീട് ചോദിക്കണം. പക്ഷെ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എവിടെ ഇരിക്കും? വേറെവിടെയൊക്കെ ആയിരിക്കും, അല്ലേ? ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരുടെയും ഒരവസ്ഥ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അവസ്ഥയിൽ തുടരണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്, മാറണം. കാരണം ഞാൻ എൻ്റെ റബ്ബിന്റെ മുൻപിലാണ് നിൽക്കുന്നത്, എൻ്റെ റബ്ബനോട് മുനാജാത്ത് നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയോടുകൂടെ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുകയും ചെയ്യും. അതാണ് ശേഷമുള്ള ആ ഹദീസിന്റെ ഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ല, പ്രവാചകന്റെ നമസ്കാരമൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണാം. പ്രവാചകനൊക്കെ രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗവുമായി ബന്ധപ്പെട്ട ആയത്ത് കടന്നു പോകുമ്പോൾ റസൂൽ എന്ത് ചെയ്യും? അള്ളാഹിനോട് സ്വർഗത്തെ ചോദിക്കും. നരകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കടന്നു പോകുമ്പോൾ റസൂൽ എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് ശരണം തേടും. അപ്പൊ റസൂൽ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഓതിപ്പോവല്ല, അർത്ഥമറിഞ്ഞ് അതിന്റെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അപ്പൊ അത് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും, അത് കേൾക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാവും. കണ്ടോ? അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴായിക്കൊള്ളട്ടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാവട്ടെ, അതല്ലാത്ത അദ്കാറുകളിൽ ആവട്ടെ, എപ്പോഴാണെങ്കിലും മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ ആലോചിക്കേ, നമ്മൾ പലപ്പോഴും പല തിരക്കുകളിലാണ്. ഇത് നമ്മൾ
ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പലപ്പോഴും പല തിരക്കുകളിലാണ് അല്ലേ, നമ്മൾ ജോലിയുടെ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഫ്രീ ആവുന്ന ചില സമയം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ റബ്ബിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന സമയമാണ്. ആ സമയത്തും നമ്മൾ ഈ ചിന്തയിലാണെങ്കിലോ അല്ലേ, നമ്മൾ ബാക്കിയുള്ള സമയത്തൊക്കെ ജോലിയിലാണ്, പിന്നെ രാത്രിയാണെങ്കിൽ ഉറക്കത്തിലാണ്. റബ്ബിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയമാണ് ഇപ്പം ഈ പറഞ്ഞ 10-15 മിനിറ്റ്. അപ്പോഴും നമ്മൾ എന്താണ്, ദുനിയാവിൽ തന്നെയാണ്. പിന്നെന്താ കാര്യം അല്ലേ? അപ്പോൾ ആ സമയത്തെങ്കിലും നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് പറയുമ്പോൾ, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുമ്പോൾ അത് മനസ്സറിഞ്ഞ് പറഞ്ഞൂടെ? അത് നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ സാധിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പം അത് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ കേട്ട് അങ്ങനെ അവിടെ പോകലല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയെടുത്ത് അത് നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് 5-ാമത്തത്. ഇനി 6-ാമത്തത് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 6-ാമത്തത്, നമ്മളുടെ നമസ്കാരത്തിൽ പിശാച് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തുകൊണ്ട് മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്കൊക്കെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ മറയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളത്. കാരണം പിശാച് വസ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറയില്ലാതെ നിൽക്കുക എന്നുള്ളത്. അതേപോലെ മറ്റൊന്നാണ് എന്ത്, സൊഫ് നിൽക്കുമ്പോൾ അടുത്തടുത്ത് നിൽക്കുക എന്നുള്ളത്. കാരണം എന്താണ്, ഇടയിൽ വിടവ് വരുമ്പോൾ പിശാച് എന്ത് ചെയ്യും, ആ വിടവിൽ നിൽക്കുകയും ഒരു വസ്വാസം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വിടവില്ലാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ആ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ പ്രയാസപ്പെടുത്തി അയാളുടെ കാലിൽ ചവിട്ടി അങ്ങനെയൊന്നുമല്ല ഒരിക്കലും ചെയ്യേണ്ടത്. മറിച്ച് പരസ്പരം സഹകരണത്തോടു കൂടെ എന്ത് ചെയ്യണം, നിൽക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അതിൽപ്പെട്ട ഒന്നാണ് പലപ്പോഴും നമ്മൾ പള്ളി കയറുമ്പോൾ കാണാവുന്ന ഒന്നാണ് എന്ത്, മറ സ്വീകരിക്കാതെ നിൽക്കുക എന്നുള്ളത്. നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും, എവിടെയാണോ വന്ന് കയറണത് അവിടെ എന്ത് ചെയ്യും, ചില ആളുകൾ വന്നിട്ട് നിസ്കരിക്കും. ഇത് പാടില്ല. മറിച്ച് അപ്പോൾ പിശാചിന്റെ ഇടപെടൽ നടത്താൻ സാധ്യതയുള്ള കാരണങ്ങളെ തൊട്ട് എന്ത് ചെയ്യണം, മാറി നിൽക്കണം. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ നിസ്കാരം തുടങ്ങിയാൽ തല താഴ്ത്തും. പിന്നെ നേരെ നോക്കിയിട്ടോ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയല്ല നിൽക്കേണ്ടത്. നേരെ എന്ത് ചെയ്യുക, താഴ്ത്തി നിൽക്കുക. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കിട്ടും. നേരെ നോക്കിക്കഴിഞ്ഞാലൊക്കെ എന്തു പറ്റും, അല്ലെങ്കിൽ കണ്ണൊക്കെ അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. മറ്റൊന്ന്, വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അല്ലേ. നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് പറയപ്പെടുന്ന ഒന്നിലധികം പ്രാർത്ഥനകൾ പല സമയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്രാർത്ഥനകൾ പരമാവധി നമ്മൾ മനഃപ്പാഠമാക്കി വ്യത്യസ്തമായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ പ്രാരംഭ പ്രാർത്ഥന അത് തന്നെ 3-4 രൂപത്തിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. വളരെ ചെറിയ പ്രാർത്ഥന ആയിരിക്കുള്ളൂ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. സുബ്ഹാനക അല്ലാഹുമ്മ പോലുള്ള ചെറിയ പ്രാർത്ഥന. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന എന്ത്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായായ കമാ ബഅഅത പോലുള്ള പ്രാർത്ഥന. അതേപോലെ വജ്ജഹതു വജ്ഹിയ ലില്ലദി ഉണ്ടാവും. ഇതൊക്കെ എന്ത് തന്നെയാണ്, പ്രാരംഭ പ്രാർത്ഥനകളാണ്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥനകൾ ചിലപ്പോൾ ഇമാമിനോട് നിസ്കരിക്കുമ്പോൾ നമുക്ക് വജ്ജഹത്തൊന്നും ചൊല്ലാൻ പറ്റൂല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമാമു ചൊല്ലുന്നതിന് അനുയോജ്യമായ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലാം. ഒറ്റക്കൊക്കെ നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാറി ചൊല്ലുക. റവാത്തിബിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോഴും അല്ലാണ്ട് രാത്രിയൊക്കെ നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പറയണ ദിക്ർ ചൊല്ലാതെ മാറ്റി പറയാം. നേരെ മറിച്ച് നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മറ്റു പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് പോലെയുള്ള മറ്റ് പ്രാർത്ഥനകളൊക്കെ റസൂൽ പഠിപ്പിച്ചെന്നത് കാണാൻ പറ്റും. അപ്പോൾ അതേപോലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാറ്റിച്ചൊല്ല. മറ്റതെന്താണ്, റുക്കൂഇ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥിക്കും അല്ലേ. പിന്നെ നമ്മൾ തല പൊക്കുമ്പോൾ പിന്നെ എന്താണ് പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കും. റബ്ബന വലക്കൽ ഹംദ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ് എന്നുണ്ട്. റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അറിയാലോ പ്രാർത്ഥന.
റബ്ബന ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, ആ പ്രാർത്ഥന ഉണ്ട് അല്ലേ? അപ്പൊ ഇതേപോലുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ മാറി മാറി ചൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ശ്രദ്ധ നമുക്ക് കിട്ടും. ഇനി സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നിർത്തണം. ഇതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചാൽ നമുക്കതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ ഏതൊരു മുസ്ലിമായ ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ, തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബ, നിർബന്ധമായ നമസ്കാരം അയാളിലേക്ക് സന്നിഹിതമായി, ആ സമയത്ത് ഫയുഹ്സിനു വുദൂഅഹ, അയാൾ വുദു പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അയാൾ വുദുവെടുത്തു, വഖുശൂഅഹ, നല്ല ഭയഭക്തിയോടുകൂടെ അയാൾ നമസ്കരിച്ചു, വറുകൂഅഹ, അയാളുടെ റുകൂഉകൾ കൃത്യമായ രൂപത്തിൽ അയാൾ നിർവഹിച്ചു. അപ്പോ ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങൾ അയാൾ കൃത്യതയോടുകൂടെ നിർവഹിച്ചു. ഇല്ലാ കാനത് കഫാറതൻ ലിമാ ഖബ്ലഹാ മിനദ് ദുനൂബ്, അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. മാ ലം യഅതി കബീറ, വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, വദാലിക ദാറ കുല്ല, അത് ഒരു വർഷം മുഴുവൻ അയാൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു വ്യക്തി റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, റസൂലെ, ഞാനൊരു സ്ത്രീയുമായി ഒരു മോശപ്പെട്ടൊരു കാര്യത്തിൽ ഏർപ്പെട്ടു, ഞാൻ വ്യഭിചാരമൊന്നും ചെയ്തില്ല, പക്ഷെ അതല്ലാത്ത മറ്റ് മോശപ്പെട്ട സംസാരവും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ഏർപ്പെട്ടു. അപ്പൊ റസൂലെ, എനിക്ക് തൗബുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ എന്ത് ചെയ്യണം, അയാളോട് പറയണം, നീ എന്ത് ചെയ്യാ, ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറയണം. ജമാഅത്തായിട്ട് നിസ്കരിച്ച് കഴിയുമ്പോൾ അയാളോട് റസൂൽ എന്താ പറയണത്, നീ തന്നെ നിസ്കാരം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടത്, കഴുകിപ്പോയിട്ടുണ്ടെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്നുള്ളതല്ല ഒരിക്കലും, മറിച്ച് മാനുഷികമായി നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, കഴുകിക്കളയാൻ പറ്റും. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിന്മയിൽ നിന്ന് പരമാവധി എന്ത് ചെയ്യാനും പറ്റും, അകന്നു നിൽക്കാനും സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യതവദ്ദഉ ഫയുഹ്സിനു വുദൂഅഹു, ഒരു മുസ്ലിം അയാളുടെ വുദു ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുകയും സുമ്മ യഖൂമു ഫയുസല്ലി റക്അതൈൻ, പിന്നെ അയാൾ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു, മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, അയാൾ എങ്ങനെ നിസ്കരിക്കുന്നത്, അയാളുടെ മുഖവും അയാളുടെ ഹൃദയവും റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, സ്വർഗം അയാൾക്ക് നിർബന്ധമാവാതിരിക്കുകയില്ല. അയാളുടെ മേൽ സ്വർഗം നിർബന്ധമാണ് എന്ന് ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എന്നാലും അതൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവെ, ഞാൻ ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ നിന്നോട് ശരണം തേടുകയാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല നാളെ പരലോകത്തേക്ക്. അങ്ങനെ കുറേ ഇൽമ് പഠിച്ച് ഒരു ഉപകാരമില്ലാതെ എൻ്റെ ജീവിതത്തിൽ പാലിക്കാതെ ജീവിക്കുന്നൊരവസ്ഥ, അതിനെ തൊട്ട് റബ്ബെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂ ഇല്ലാത്ത ഒരു ഹൃദയത്തെ തൊട്ടും ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, ശരണം തേടുന്നു. ഹൃദയം ഭയഭക്തി ഉള്ളതായിരിക്കണം, ഖുശൂ ഉള്ളതായിരിക്കണം. അത്തരത്തിലുള്ള ഹൃദയത്തെ തൊട്ടും ഞാൻ നിന്നോട് ശരണം തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, അതുപോലെ തന്നെ ഈ ആർത്തിയടങ്ങാത്ത മനസ്സ്, എപ്പോഴും ദുനിയാവിനോടുള്ള അദമ്യമായ അടങ്ങാത്ത അഭിനിവേശം, താല്പര്യം, അങ്ങനെയുള്ള ഒരു മനസ്സ്, അതിനെ തൊട്ടും ഞാൻ എന്ത് ചെയ്യുന്നു റബ്ബേ, നിന്നോട് ശരണം തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന, അതിൽ നിന്നും റബ്ബെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. നല്ലൊരു പ്രാർത്ഥനയാണ്, നമ്മളൊക്കെ ഒരുപക്ഷെ ഹിഫ്ലാക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് നമ്മളുടെ നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനും സഹായകരമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയുള്ള നമസ്കാരങ്ങൾ കൃത്യതയോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അത്തരത്തിൽ അവനെ അനുസരിക്കുന്ന, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് വമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഈ സമയം, നമ്മൾ ഈ ചിലവഴിച്ച ഈ സമയവും നമ്മളുടെ ആരോഗ്യവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിഞ്ഞ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പലരും പല തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുത്ത് ആശ്വാസം പകർന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും, പല മുസ്ലിമീങ്ങളും, സഹോദരങ്ങളൊക്കെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മളെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ റബ്ബ് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن